The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹലോ ഡിയർ ചിൽഡ്രൻ, ഇന്ന് മാത്സ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായി ടീച്ചർ ഒരു കഥ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? രാമു എന്ന ഒരു വ്യക്തി ഒരു ദിവസം ഒരു ട്രെയിൻ യാത്ര നടത്തുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്നും രാമു ട്രെയിനിൽ കയറി ഒരു സീറ്റിലിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തൊട്ടടുത്ത സീറ്റിൽ വെച്ചു. യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. കുറേ ദൂരം യാത്ര ചെയ്തു. ഒരുപാട് സ്റ്റേഷനുകൾ പിന്നിട്ടു. ഒരു സ്റ്റേഷനിൽ നിന്നും കുറച്ച് യാത്രക്കാർ ട്രെയിനിൽ കയറി. രാമു ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് പേർ വന്നു. അവരിലൊരാൾ രാമുവിനോട് ആ ബാഗ് എടുത്ത് മുകളിലെ ബെർത്തിലേക്ക് വയ്ക്കുവാൻ പറഞ്ഞു. അപ്പോൾ രാമു പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഇത് എൻ്റെ ബാഗല്ല, ഈ ബാഗിൻ്റെ ഉടമസ്ഥൻ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോയിരിക്കുകയാണ്, അയാളിപ്പോൾ വരും. യാത്രികർ ക്ഷമയോടെ മാറി നിന്നു. കുറേ സമയം കഴിഞ്ഞു. കുറേ സ്റ്റേഷനുകൾ പിന്നിട്ടു. ആ ബാഗിൻ്റെ ഉടമസ്ഥനെ ആർക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ ആ യാത്രക്കാരിൽ ഒരാൾ ഈ ബാഗ് എടുത്ത് മുകളിലെ ബെർത്തിൽ വെച്ച് ആ സീറ്റിൽ ഇരുന്നു. രാമുവിനൊന്നും പറയാൻ പറ്റില്ല അല്ലേ? കാരണം എന്താ? അത് അയാളുടെ ബാഗ് അല്ല എന്നയാൾ പറഞ്ഞിരുന്നു. കുറേ സ്റ്റേഷനുകൾ കഴിഞ്ഞ് രാമുവിന് ഇറങ്ങേണ്ട സ്ഥലം വന്നെത്തി. അയാൾ എഴുന്നേറ്റു. തൻ്റെ ബാഗ് എടുക്കുവാനായി കൈ ഉയർത്തി. ഉടനെ യാത്രക്കാർ പറഞ്ഞു: അതെങ്ങനെ ആ ബാഗ് നിങ്ങളെടുക്കും? അത് നിങ്ങളുടെ ബാഗ് അല്ലല്ലോ, അത് വേറൊരാളുടേതല്ലേ. ഇതെല്ലാം കണ്ടു നിന്ന ടി അടുത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് കാര്യം? ആ യാത്രക്കാർ സംഭവങ്ങളെല്ലാം ടിയോട് വിവരിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉടമസ്ഥനില്ലാത്ത ഒരു ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവർ ആ ബാഗ് കൊണ്ടുചെന്ന് കൊടുത്തു. പാവം രാമു, എന്തു ചെയ്യാൻ പറ്റും അല്ലേ? സ്വന്തം ബാഗാണ്, പക്ഷേ തിരിച്ചു കിട്ടാൻ നിവൃത്തിയില്ല. രാമുവിന് പലതവണ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നു തൻ്റെ ബാഗ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അയാൾ അവസാനം ഒരു തീരുമാനമെടുത്തു. എന്തായിരുന്നു? ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയില്ല. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? രാമുവിൻ്റെ അനുഭവം നിങ്ങളെല്ലാം കണ്ടു അല്ലേ? ചെറിയൊരു നുണ, ആർക്കും ദോഷം ചെയ്യാത്ത വളരെ ചെറിയ ഒരു നുണ പറഞ്ഞതിനാണ് രാമുവിന് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരോടും ഒരു കാരണവശാലും നുണ പറയരുത്. നമ്മൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും സത്യം മാത്രമേ പറയൂ എന്ന ഉറച്ച ഒരു തീരുമാനമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സത്യം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും പിന്നീടത് ജീവിതത്തിൽ ആദരവും മറ്റുള്ളവരുടെ ബഹുമാനവും നേടിത്തരുന്ന ഒരു കാര്യമാണ്. സത്യം മാത്രം പറയുന്ന ഒരാളെ മറ്റുള്ളവർ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവൂ. മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ ചെറിയ ചെറിയ നുണകൾ പറയാറുണ്ട് അല്ലേ? ചെറിയ കളവുകൾ കാണിക്കാറുണ്ട്. ആ ഒരു ചെറിയ കളവും നുണയും മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും നുണകൾ പറയേണ്ടി വരും. അവസാനം പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം, അപമാനം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നുണ പറയുന്നവർക്ക് ഉണ്ടാകുന്ന ദോഷമാണ് നമ്മൾ ഈ കഥയിൽ പഠിച്ചത്, അവർക്കുണ്ടാകുന്ന വിഷമം അല്ലേ? അതുകൊണ്ട് നുണ പറയുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ജീവിതത്തിൽ സത്യം മാത്രമേ പറയൂ എന്നൊരു ഉറച്ച തീരുമാനമെടുക്കണം. ഓക്കെ? So dear children, shall we move to our chapter, which is division. In last class we discussed what is
sharing by taking groups. Then what is dividend, what is quotient, and what is divisor. These all things we discussed, isn't it? Now we can continue our chapter by doing some problems. Now we can do the first problem. The question is, if a 24 centimeter ribbon is cut into 6 equal pieces, what will be the length of each piece? Here, total length of the ribbon is given as 24 centimeter. Now, the number of pieces to be cut into. Which is given as 6. So here we have to find out the length of each piece. Okay, so here the length of each piece will be how much? Here this 24 centimeter long ribbon is divided into 6 equal pieces, isn't it? So we have to divide this 24 with the 6. So here how many 6 makes 24? Yes, 6 4s are 24. So the length of each piece will be how much? 4 centimeter. That is 24 divided by 6 is 4 centimeter. Now we can do the second problem. The question is, if we need to make 6 bouquet from 30 flowers, how many flowers will be there in each bouquet? That is, the bouquet should have the same number of flowers. Here, the total number of flowers is given as 30. The number of bouquets are 6. So, the total number of flowers is 30. Next is number of bouquets, which is given as 6. Now we have to find out the number of flowers in each bouquet. So, number of flowers in each bouquet. How we calculate this? Here the total number of flowers is 30. Number of bouquets is 6. So we have to divide this 30 flowers into 6 equal parts, isn't it? So if we write 30 divided by 6, how many 6 makes 30? Yes, 5 6 are 30. So the answer is 5. That means here the number of flowers in each bouquet is 5. Understood? Now we can do the third problem. If 42 kilogram of potatoes are stocked equally in 7 sacks, what will be the weight of each sack? Here the total quantity of potatoes is given as 42 kilogram. That means the weight of potatoes is 42 kilogram. Here these potatoes we want to stock in 7 sacks equally. So the question is, how many kilograms will be there in each sack? So what we have to do here? Yes, here also we have to divide this 42 kilogram potatoes among the 7 sacks, isn't it? So here 42 divided by 7 we have to find out. How many 7s makes 42 in multiplication table? Yes,
You can see in 7's table, 6 7s are 42. So, in each sack, we can fill 6 kilogram potatoes. Clear? Now write one more problem. 3 sisters share 3 biscuits every day. One day, when they opened the jar, there were no biscuits. How many biscuits did each sister get? Here, 3 sisters divide the biscuits among them equally, isn't it? So, if there are 3 biscuits, means each one can take one biscuit. But one day when they opened the jar, there were no biscuits. So, how can we write that? No biscuits? Yes, here we have to use the number 0, isn't it? So, here number of biscuits is how much? 0. Here the number of biscuits we can take as 0. Here the number of people sharing those biscuits is given as 3. So, number of people sharing those biscuits, which we can take as 3. So, here what is the division fact? Yes, here the division fact we can write as 0 want to divide among 3, that means 0 divided by 3. How can we find out the answer for this? How many 3's make 0? We have to find out. Here we have to take 3 into 0 is 0. So, here if we divide the number 0 with any number, the answer will be always 0. So, here 0 divided by 3 is 0. When we divide 0 with any number, the quotient is always 0. Understood? Now we can do another problem. The next problem is, during an event, 1265 glasses of juice were kept on a table. How many trays would the waiter need if he has to arrange 12 glasses in a tray? How many glasses will be left on the table? Here in this question, the number of glasses is given as 1265 and the glasses in each tray is given as 12. So, we have to arrange this 1265 glasses of juice by taking 12 glasses in each tray. Here we have to divide this 1265 glasses by taking 12 glasses in a group. So, here the number of glasses in all is given as 1265. Now the next step is number of glasses to be arranged in one tray. How many glasses in one tray? Yes, it is 12. So, here we have to find out the number of trays. Number of trays. How can we find out the number of trays? Here we have to divide this 1265 by taking 12 in each group. That means we have to divide this 1265 with the 12. How can we divide this?
This is large number, isn't it? 1265. Here we have to divide 1265 with 12 like this. So here we have to take the first 2 digit because this is a 2 digit number. How many 12s makes 12? Yes, 1 12 make 12. So 1 into 12 is 12. When we subtract these two numbers, we can write here 0. Now we have to take the next number 6 here. Now we can divide. Is it possible? Can we divide 6 with 12? Here we can't divide 6 with 12 because 12 is greater than 6. So we have to write 0 here. So that 0 into 12 is what? Yes, 0 into 12 is 0. So we can write 0 here. When we subtract this, here we get 6. Now we can take the last digit number, which is 5. Now how many 12s make 65? Is there 65 in 12's table? No. So we have to take the table and we can take the number which is less than 65. So we can write 5 12s are 60. When we subtract these two, we will get 5. Now we got 5 as the remainder. That means here when we divide 1265 with 12, the quotient is 105 and the number we got as remainder is 5. Here the number of glasses which is balance is 5. So here we can write the number of trays required is how much? 105 and the number of glasses left on the table is 5. Understood? Now the next problem. Rita sells origami flowers. Shyama places an order for 1456 origami flowers. If Rita makes 13 flowers in a day, how long will she take to complete the order? So here Rita is making origami flowers and Shyama giving an order to her to make how many flowers? 1456 flowers. Here we have to find out how many days she take to finish these flowers. Here the number of flowers to be made, which is 1456. Now the number of flowers made in a day. So the next step is number of flowers made in a day. Number is 13. Here we have to find out how many days required to complete this 1456 flowers. So number of days required. Here 1456 divided by 13 we have to find out. So here we can divide this 1456 with the 30. That we can see how we can divide 1456 with 13. Here 13 is a 2-digit number, so we have to take 2 digits. The first 2 digits, that is 14. How many 13s makes 14? Yes, 130.
1 into 13 is 13. Now after subtraction we get 1 as the remainder. Now we can take the next number 5. Now we got the 2-digit number. How many 13s makes 15? Here also 1 into 13 is 13. So 1 13 is 13. After subtraction we get 2 as the remainder. Now take the last digit, which is 6. How many 13s makes 26? Yes, 2 into 13 is 26. So here 2. 2 into 13 is 26. The remainder is 0. That means she need 112 days to make this 1456 flowers. Understood? So here the answer is 112 days. Okay? Here we divided these large numbers using this method. And this method is known as what? Long division method. Isn't it? In your lower class you have studied what is long division method. Isn't it? So dear children, if we want to do division problems, we have to know multiplication table. So at least up to 12th table you have to by heart. Okay? So you can practice the multiplication table daily. Then you can do the division and multiplication also very easily. Okay? So we can wind up today's session and we can see in the next class. Take care. Bye.